Yeah, it's that family vibe, steady and true. Everything I am is tied up in you. Different paths, but the same front door. Finding peace like never before. Generations in a single room, watching the flowers bloom. Family vibe, family vibe. ഹലോ ഗൈസ്, ഇന്നലെ കുഞ്ഞാ വിച്ചിരി എളുമ്പായിരുന്നു. അപ്പോൾ നമ്മുടെ പെട്ടി ഒന്നും പാക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇതിലാകെ കുഞ്ഞ് തോർത്തേ വെച്ചിട്ടുള്ളൂ, പിന്നെ പെട്ടി അടിച്ച്. ഇതിന്റെ വാക്കിന്റെ ഉമ്മിന്റെ പെട്ടിയാണ്, അത് കാണിക്കാൻ പറ്റിയില്ല. ഇന്നലെ നമ്മൾ അനിയത്തി ഇച്ചിരി അലമ്പായപ്പോൾ കൊണ്ട് അതവര് പാക്ക് ചെയ്തു. നമ്മൾ രാവിലെ ഇപ്പം റെഡിയായി, നമ്മൾ ഇന്ന് പോവുകയും ഗൈസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ നമ്മളെവിടെ പോകുന്നത്? ആർക്കെങ്കിലും മനസ്സിലായ കമന്റ് ചെയ്യണം. ബാക്കി വിശേഷം അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. കേരളത്തിലെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന വാഗമണിലേക്കാണ് ഞങ്ങളുടെ യാത്ര. വാഗമണിലേക്ക് പലതവണ വന്നിട്ടുണ്ടെങ്കിലും ഈ യാത്രയിലുണ്ടായ എക്സ്പീരിയൻസ് എനിക്ക് മറക്കാൻ പറ്റില്ല. എടുത്തു പറയുകയാണെങ്കിൽ നല്ല കാലാവസ്ഥയും ദൃശ്യാനുഭവങ്ങളുമാണ് ഈ യാത്ര എനിക്ക് തന്നത്. ഈ ട്രാവൽ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടുണ്ട്, അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. എന്തായാലും ഈ യാത്രയെക്കുറിച്ച് അധികമുണ്ട്. എന്നാൽ പിന്നെ വാഗമണിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് നോക്കാം. കാലാവസ്ഥയും ഭൂപ്രകൃതിയുടെയും സവിശേഷതകൾ കൊണ്ടാണ് വാഗമണിന് കേരളത്തിൻ്റെ സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത്. കോട്ടയം ജില്ലയുമായി അതിർത്തി പങ്കിട്ട് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിനോദസഞ്ചാര മലമ്പ്രദേശമാണ് വാഗമൺ. സമുദ്രനിരപ്പിൽ നിന്നും 1100 മീറ്റർ ഉയരത്തിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. കോട്ടയം ഇടുക്കി ജില്ലകളുടെ അതിർത്തിയിൽ ഈരാറ്റുപേട്ടയിൽ നിന്നും 25 കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന വാഗമണിൻ്റെ പ്രകൃതി സൗന്ദര്യം നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. അത് നമുക്ക് വാഗമണിലേക്കുള്ള യാത്രയിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ലോകത്തിലെ സഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ നാഷണൽ ജിയോഗ്രഫിക് ട്രാവലർ ഉൾപ്പെടുത്തിയ 10 വിനോദ കേന്ദ്രങ്ങളിലൊന്നാണ് വാഗമൺ. പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകൾ, തേയിലത്തോട്ടങ്ങൾ, കോടമഞ്ഞ്, ഇവിടം സ്വർഗമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. വാഗമണിന്റെ പ്രധാന ആകർഷണ കേന്ദ്രമാണ് പൈൻമരക്കാടുകൾ. കൂടാതെ വാഗമണിലെ കുന്നുകളും തടാകങ്ങളും പാറമടകളും വെള്ളച്ചാട്ടങ്ങൾ, പാലൊഴുകുംപാറ, തങ്ങൾപ്പാറ, മുരുകൻമല, കുരിശുമല എന്നിങ്ങനെ നീണ്ടു കിടക്കുകയാണ് വാഗമണിലെ കാഴ്ചകൾ. എപ്പോഴും കാണുന്ന സ്ഥലങ്ങളല്ലാതെ ഇതുവരെ കാണാൻ പറ്റാത്ത സ്ഥലങ്ങൾ കൂടി എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഏതൊക്കെ സ്ഥലങ്ങൾ കാണണം എന്നൊരു ബക്കറ്റ് ലിസ്റ്റ് ഞാൻ റെഡിയാക്കിയിരുന്നു. ആകെ 2 ദിവസത്തെ ഒരു യാത്രയായിരുന്നു. അതിലൊരു ദിവസം റിസോർട്ടിൽ തങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ സ്ഥലങ്ങൾ കാണാൻ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളും കാണുക എന്നത് നടക്കില്ല. പക്ഷേ കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ നല്ല സ്ഥലങ്ങളായിരിക്കുക, അത് ഇതുവരെ കാണാത്ത നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണുക എന്നൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവരധികം ടയേർഡാക്കാനും പറ്റില്ല. ചുരം അങ്ങനെ കയറുകയാണ്. ചുരം കയറുമ്പോഴത്തേക്കും കുറച്ച് പേടിയൊക്കെ ഉള്ളിലുണ്ടായിരുന്നു. കാരണം ഒരു അപകടമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ആ ഒരു സമയമാണല്ലോ. അതൊക്കെയാണ് ആ ചുരം കയറിയപ്പോഴേക്കും മനസ്സിലേക്ക് വന്നത്. എന്നാൽ പ്രാർത്ഥിച്ച് ആ ഒരു പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരുന്നു. ഈ ഭാഗങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഒരു സമയത്തെ ക്ലൈമറ്റും അതുപോലെയായിരുന്നു. വലിയ വെയിലും ഇല്ല, എന്നാൽ മഴയും ഇല്ല. നല്ലൊരു തണുപ്പുള്ള ഒരു കാലാവസ്ഥ. ഒരു കാലത്ത് വാഗമൺ പ്രദേശങ്ങൾ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഇവിടെ ആകെ ഉണ്ടായിരുന്നത് ഇൻഡോ സ്വിസ് പ്രൊജക്ടിന്റെ കന്നുകാലി വളർത്തു കേന്ദ്രം മാത്രമായിരുന്നു. വിനോദസഞ്ചാര മാപ്പിൽ വാഗമൺ സ്ഥാനം പിടിക്കുകയും പത്രമാധ്യമങ്ങളിലൂടെ പ്രശസ്തി മനസ്സിലാക്കുകയും ചെയ്തതോടെ വാഗമണിലേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിച്ചു. പൈൻ മരക്കാടുകൾ സഞ്ചാരികളുടെ പ്രധാന വിശ്രമ കേന്ദ്രമാണ്. 20 വർഷത്തിലൊരിക്കൽ വെട്ടിമാറ്റുന്ന ഇതിന്റെ പൾപ്പ് ഉപയോഗിച്ചാണ് കറൻസി അടിക്കാനുള്ള പേപ്പർ നിർമ്മിക്കുന്നത്. പൈൻ മരക്കാടുകൾക്കാണ്
പൈൻമരക്കാടുകൾക്കടുത്താണ് നേരത്തെ ഇൻഡോ സ്വിസ് പ്രൊജക്റ്റ് സ്ഥിതി ചെയ്തിരുന്നത്. ഇപ്പോൾ ഈ കെട്ടിടങ്ങൾ ടൂറിസ്റ്റ് റിസോർട്ടുകളായി രൂപം പ്രാപിച്ചു. ഇതിന് സമീപത്തായി കാർഷിക കോളേജും സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോഴത്തേക്കും തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അവർ ഭയങ്കര ആകാംക്ഷയോടെ ആ ഒരു മലകളും ആ പാറക്കെട്ടുകളും മരങ്ങളും ശരിക്കും ആസ്വദിച്ച്. ഉച്ചയായപ്പോഴത്തേക്കും ഈ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. പിന്നെ ടൗണിലുള്ളൊരു കാഴ്ചയാണിത്. അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു. ബ്ലോക്കിൽ പെട്ടുപോകുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ അതൊരു 5-10 മിനിറ്റിനുള്ളിൽ ആ ബ്ലോക്കൊക്കെ മാറി വണ്ടി സ്മൂത്തായിട്ട് അങ്ങ് മുന്നോട്ട് പോയി. ഞങ്ങൾ ബുക്ക് ചെയ്ത റിസോർട്ട് വാഗമൺ ടൗണിൽ നിന്നും 20 കിലോമീറ്റർ അകലെയാണ്. കുറച്ചുള്ളിലേക്ക് പോകണം. റോഡൊന്നും വലിയ മോശമില്ലാത്ത റോഡുകളായിരുന്നു. പോകുന്ന വഴിയൊക്കെ നല്ല വീടുകളും ചെറിയ കൃഷിത്തോട്ടങ്ങളും ഒക്കെ കാണായിരുന്നു. ഹെയിൽ വാഗമൺ റിസോർട്ട് എന്നാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത റിസോർട്ടിൻ്റെ പേര്. ഇതാണ് ചെറിയൊരു റിസോർട്ടാണ്, പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസോർട്ടാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടു. കുറച്ച് സ്ഥലമേ ഉള്ളൂ, പക്ഷെ ആ ഒരു ഉള്ള സ്ഥലം തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. റിസോർട്ടിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് ഒരു അടിപൊളി വ്യൂ ആയിരുന്നു. ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തിട്ട് എടുത്തൊരു റിസോർട്ടായിരുന്നു. ഈ ഒരു ഫ്രെയിം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ വീഡിയോയിൽ നല്ല കാറ്റും നല്ലൊരു അന്തരീക്ഷം തന്നെയായിരുന്നു. ഈ ഒരു ഭാഗമൊക്കെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അവർ ഓടിക്കളിക്കണമായിരുന്നു. ആകെ 6 റൂമാണ് ആ ഒരു റിസോർട്ടിലുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും താഴത്തെ ഒരു റൂമാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങളുടെ ആ ഒരു റൂമൊക്കെ ഞങ്ങൾ കാണുന്നത്. പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഞങ്ങളുടെ റൂം തന്നെയാണ് ഞങ്ങൾക്ക് പറയാം. കാരണം അവിടെ നിന്ന് ഇറങ്ങുന്ന ആ ഒരു വ്യൂവും ഒക്കെ അടിപൊളിയായിരുന്നു. ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത റൂം. റൂമിൻ്റെയൊക്കെ ജസ്റ്റ് ഫോട്ടോസ് കണ്ടോന്നല്ലാതെ എവിടെയാണ് അല്ലെങ്കിൽ ആ റൂമിൻ്റെ വ്യൂ എന്താണെന്നും അറിയില്ലായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. നല്ല വലിയൊരു റൂമായിരുന്നു. നല്ല സൗകര്യം ഉണ്ടായിരുന്നു. ബാത്റൂമിൽ നല്ല സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു. നോൺ AC ആണ് ബുക്ക് ചെയ്തത്. പക്ഷേ AC ആവശ്യമില്ല. അത്രയും നല്ല തണുപ്പും നല്ലൊരു ക്ലൈമറ്റും ആയിരുന്നു അവിടെ. ബാത്റൂമിനൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ റിസോർട്ടിൽ എത്തുന്നതിന് ഒരാഴ്ച മുമ്പ് വരെ നല്ല മഴയായിരുന്നു വൈകുന്നേരങ്ങളിലൊക്കെ. പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് അന്നേ ദിവസം ഒരു 7 മണിക്ക് ശേഷമൊക്കെയാണ് ഒരു മഴ പെയ്തത് തന്നെ. അതും ചെറിയൊരു ചാറ്റൽ മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഫുള്ള് ഞങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റി. നിറയെ മരങ്ങളും പുല്ലുകളും ചെടികളും നിറയെ പൂക്കളും ഒരുപാട് കിളികളുടെ സൗണ്ടുകളും നല്ല രസമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞങ്ങളുടെ ആ റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ കിളികളൊക്കെ വന്നിരിക്കുമായിരുന്നു. ഞാനത് വീഡിയോ എടുക്കാൻ ഫോണായിട്ട് പോയപ്പോഴത്തേക്കും അത് പറന്നുപോയി. പിന്നെ ഈ ഒരു വീഡിയോയുടെ ഇൻട്രോക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കലായിരുന്നു പിന്നെ അടുത്ത് ഞങ്ങളുടെ പരിപാടി. ഇത് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഇസ്വാൻ അവിടെ ഇരുത്തിയതായിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അവൾ അവിടെയുള്ള ചെടിയും പൂവൊക്കെ പറിച്ചെടുക്കണമായിരുന്നു. അതിനിടയിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ ഓരോരുത്തരായിട്ട് എടുത്തു.
കാരണം ഇത്രയും നല്ലൊരു സ്പേസ് കിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പൂളിലേക്കാണ് പോയത്. കുട്ടികൾ റിസോർട്ടിലേക്ക് വരുന്നത് തന്നെ പൂളിലേക്ക് ചാടാനാണ്. ഈ ഒരു പൂള് കാണുമ്പോൾ തന്നെ ഇസ്വാക്കും ഭയങ്കര ഇഷ്ടമാണ്. അവൾ അതിലൊക്കെ ഇറങ്ങാനായിട്ട് വാശി പിടിച്ച് കരയണായിരുന്നു. ആ പൂളിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. ഇസ്വാൻ്റെ കരച്ചിൽ കാരണം പിന്നെ അവളെയും പൂളിലേക്ക് ഇറക്കി. നല്ല തണുപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് അധികം സമയം അവിടെ സ്പെൻഡ് ചെയ്തില്ല. അസിമും ചെയ്യാനൊക്കെ നല്ലപോലെ കളിച്ച്. അപ്പം എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം തണുപ്പ്, ഇനി എന്തെങ്കിലും അസുഖം വരുമോ, കുഞ്ഞല്ലേ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചധികം നേരം അവിടെ കളിച്ച് അതൊക്കെ കഴിഞ്ഞ് പിന്നെ റൂമിലേക്ക് പോന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഒരു 7 മണിയോടുകൂടിയാണ് മഴ പെയ്തത്. നല്ലൊരു ചാറ്റൽ മഴയും ഇടിമിന്നലും ഒക്കെ ആയിരുന്നു പിന്നെ സന്ധ്യ സമയം കഴിഞ്ഞിട്ട്. അതുകൊണ്ട് റെസ്റ്റോറൻറ്റിലോട്ടൊന്നും പോയില്ല. ഫുഡ് അവരുടെ റൂമിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി.